ഇന്ന് ചിങ്ങം 1 ഒന്നാം തീയതിയായിട്ട് മോൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 6 മാസം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. വള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിലാണ് ചോറ് കൊടുക്കുന്നത്. മോനും അവിടെ തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ മോൾക്കും അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ളവർ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഒരു എസ്റ്റേറ്റിനകത്താണ് ഈ അമ്പലം. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ഈ വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം. അപ്പോൾ നമ്മളിങ്ങനെ തോട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ആൾതാമസമൊന്നുമില്ല, ഫുൾ റബ്ബർ തോട്ടം മാത്രമാണ്. ആകപ്പാടെ കുപ്പക്കയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം, ഇവിടെ മാത്രമേ കുറച്ച് ആൾക്കാർ താമസമുള്ളൂ. തോട്ടം തൊഴിലാളികളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലത്തെ ഒരു ഏരിയയാണ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയാൽ അമ്പലം എത്തും. അവിടെ ഒരു പള്ളിയൊക്കെയാണ്. നമ്മൾ അതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. കാരണം അന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പം ഇതേ ചേട്ടനും മോനും പിന്നെ എൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയും പിന്നെ അനിയനും അനിയത്തിയും അച്ഛനും കൊച്ചച്ഛനും നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ റെസിപ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു. അത്യാവശ്യം തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ചോറൂണും ഉണ്ടായിരുന്നു. മോൾക്ക് ചോറും കൊടുത്തു. തുലാഭാരവും ഒക്കെ കഴിഞ്ഞു. അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഞങ്ങളെല്ലാവരും സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് ഇതേ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നേച്ച് അവിടെയൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. ചെന്ന് പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല സ്ഥലമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് 2 കൂട്ടർ ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമുക്കവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ ഒരു കാപ്പിയൊക്കെ കുടിച്ച്, ഇങ്ങനെ തണുപ്പാണ്, അപ്പോൾ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ തന്നെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.